ഒരു കാലത്ത് 7 കാതം അകലെ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ട, നൊമ്പരത്തിന് വേണ്ടി മാത്രം പൈതൃകമായിട്ടുണ്ടായിരുന്ന, ആട്ടിയോടിക്കപ്പെട്ട, അടിച്ചകറ്റപ്പെട്ട, ചേർത്ത് നിർത്തണമെന്ന് ഹൈന്ദവ ധർമ്മത്തിൻ്റെ സനാതനധർമ്മം പുല്ലിലും പുഴുവിലും എല്ലാത്തിലും ഈശ്വരാത്മം കാണുന്ന, അഖിലവും ബ്രഹ്മമാണെന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ പ്രായോക്താക്കൾ, പ്രയോജകർ ആട്ടിയകറ്റപ്പെട്ട് നൂറ്റാണ്ടുകളോളം തൊടാൻ അനുവദിക്കാതിരുന്ന ആ ഒരു കാലഘട്ടത്തെ നമ്മൾ മറന്നു കളയാൻ പറഞ്ഞു പ്രഖ്യാപിക്കുന്നതും കൂടിയാണ് ഈ ഉദ്ഘാടന വേദി. രാമനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം രാമായണം വായിച്ച ഒരാളാണ് ഞാൻ. രാമായണത്തിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്നവനാണ് ഞാൻ. അന്ന് എൻ്റെ പ്രത്യയശാസ്ത്രം എന്നെ പഠിപ്പിച്ചത് അതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇതം നമമ എന്ന് പറഞ്ഞ് ഓരോ ദിവസം പട്ടിണി കിടന്ന് യജ്ഞം നടത്തുന്നവരെയാണ് നമ്മളിന്ന് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് വത്സിക്കുന്നത്, പുച്ഛിക്കുന്നത്. അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആ അമ്മയുടെ, ശബരി അമ്മയുടെ കാലാണ് കഴുകി, പിന്നീട് വെള്ളെടുപ്പും കാല് കഴുകും. ഇന്നത്തെ ഏറ്റവും മംഗളകരമായ, പ്രസക്തമായ ഒരു ചടങ്ങിൻ്റെ കാര്യമാണ് ഇനിയുള്ള കാലാംശത്തിലുള്ളത്. നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചതനുസരിച്ചാണെങ്കിൽ 11 മണിക്കാണ് ഈ ഒരു കൃത്യം നടക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ എത്രയായി സമയം? ഓക്കെ, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് നാളെ ഈ സമയത്ത് നിർത്തിയാൽ മതി എന്നാഗ്രഹിക്കുന്നവർ കൈ ഉയർത്തു. ഒരേ ഒരു ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിന് പിശുക്കില്ലാത്ത ഒരു കയ്യടി കൊടുക്കും. കാരണം അത് പ്രായോഗിക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സാണത്. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് മുതൽ രാമായണ മേളയാണ്. അതിൻ്റെ പ്രാരംഭം കുറിക്കുന്ന ഈ സുദിനത്തിൽ ഇനിയുള്ള ദിനരാത്രങ്ങൾ കർക്കിടകം 1 മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് എന്ന് അവസാനിപ്പിക്കണം എന്നൊന്നും ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന സമിതി അംഗം KPMS അല്ലേ, KPMSൻ്റെ കേരള പുലയ സഭയുടെ സമുജ്വലനായിട്ടുള്ളൊരു സംസ്ഥാന നേതാവ് നമ്മളോട് പറഞ്ഞു, ഇതിൻ്റെയൊക്കെ പരിസമാപ്തി യഥാർത്ഥത്തിൽ രാമായണം എന്താണോ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം അടിവയറിട്ട് ഒരുപക്ഷെ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്ന ഇരുട്ടാണ് രാ എങ്കിൽ അത് മായണമെന്ന് തന്നെയല്ലേ അങ്ങ് ഉദ്ദേശിച്ചത്? അത് മായാത്തത് കൊണ്ടല്ലേ ഇന്ന് ഇതുപോലൊരമ്മയെ, ഭാരതി എന്നാണ് അവരുടെ പേര്, ഒന്ന് ഹൃദയത്തിലേക്ക് ആവാഹിക്കണം ആ പേര് കേട്ടോ. ഭാരതം, ഭാരതിൽ, ഭാസിൽ രമിക്കുന്നത്, അറിവിൽ രമിക്കുന്നത് എന്നൊക്കെയാണല്ലോ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഭാരതമായത്. അല്ലാണ്ട് ഭരതൻ ഭരിച്ചത് കൊണ്ട് മാത്രമല്ലല്ലോ. ഓർക്കുക, ഇന്നീ വേദിയെ ധന്യമാക്കിയ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി കൂട്ടിച്ചേർക്കാം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് പറഞ്ഞ ആ കാട്ടിൽ വസിച്ച, പേരറിയാത്ത, ഊരറിയാത്ത, വലിയ കോവിലങ്ങളുടെയോ രാജകൊട്ടാരങ്ങളുടെയോ പണ്ഡിത സദസ്സുകളിൽ ഒന്നും പേര് രേഖപ്പെടുത്താൻ അർഹതയില്ലാതെ പോയ 5-6 മക്കളുടെ കാട്ടിൽ വസിക്കുന്നൊരു സ്ത്രീ. ആ സ്ത്രീയല്ലേ അത് പറഞ്ഞത്? അല്ലേ? വേദവ്യാസനാണോ അത് പറഞ്ഞത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ എന്ന് പറഞ്ഞത് ഏതെങ്കിലും വ്യാസനല്ലല്ലോ, പരാശരനല്ലല്ലോ, മറ്റു പലരും അല്ലല്ലോ. നമുക്കറിയില്ലല്ലോ ആ പേര്. അറിയുന്നവർ കൈയോർത്തു. അപ്പം രാമായണം ഉണ്ടാകാനുള്ളൊരു പശ്ചാത്തലത്തിൽ ഊരറിയാത്ത, പേരറിയാത്ത ഒരു സാധാരണക്കാരി സ്ത്രീ മുഖത്ത് നോക്കി ഭർത്താവിനോട് പറയാനുള്ള അന്നത്തെ
നോട്ട് ദ പോയിൻ്റ്. ദ ഫെമിനിസ്റ്റ് ആർ ആക്ച്വലി നോട്ട് ദ പോയിൻ്റ്. അന്ന് കാലങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കാലത്തിൻ്റെ നീതി അനുസരിച്ച് അന്നത്തെ ധർമ്മത്തിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ്, അതും വേറൊരു ഭർത്താവല്ല, നാട്ടുകാരെ മുഴുവനും പിടിച്ചു പറിക്കുന്ന കാട്ടാള സ്വരൂപനായിട്ടുള്ള, ആരെയും കൊല്ലാനും തല്ലാനും തട്ടിപ്പറിക്കാനും പിടിച്ചെടുക്കാനും പറ്റിച്ചെടുക്കാനും കഴിവുള്ള ഒരാളുടെ മുഖത്ത് നോക്കി ഒരു ശരാശരി സ്ത്രീ പറഞ്ഞു, ആ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇല്ലേ അധ്യക്ഷൻ? അതുതന്നെയായിരിക്കും. അങ്ങ് സമയത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിൽ നിന്ന് ചുരുക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്നും ബോധോദയമുണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സത്സംഗത്തിൻ്റെ ഒരു സ്പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മൾ ഗ്യാസ് നിറച്ച് വെച്ചിട്ടുണ്ടാവും, പുതിയ കുറ്റി കുറവില്ല എന്ന് വിചാരിക്കുക, എന്തായാലും അളന്ന് നോക്കണം എന്നൊക്കെയാണ് നിയമമെങ്കിലും അതിൽ നിറഞ്ഞിരിക്കുന്ന ആ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മളൊരു സ്റ്റൗവിലേക്കോ അല്ലെങ്കിൽ അത് മുഴുവൻ തുറന്നിട്ടിട്ട് നമ്മളൊരു സ്പാർക്ക്, ഒരു സ്വിച്ചിൻ്റെ സ്പാർക്കായിരിക്കാം, ഇല്ലെങ്കിൽ ലൈറ്റർ, അതിൻ്റെ സ്പാർക്ക് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 10-14 കിലോ LPG തുറന്നു വിട്ടിട്ട് ഒരു സ്പാർക്ക് അടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഒരു സ്പാർക്ക് എന്ന് പറയുമ്പോൾ ആ ജ്വലനത്തിൻ്റെ ആ മാത്ര വളരെ കുറവാണെങ്കിലും അതിൻ്റെ ബഹിസ്ഫുരണത വളരെ വലുതാണ്. ചിലതത് നിയന്ത്രിക്കാൻ പോലും പറ്റാത്തത്ര അപകടകരവുമാണ്. പക്ഷെ ആ സ്പാർക്കിംഗ് ആയിരുന്നു പിന്നീട് സത്സംഗത്തിലേക്ക് നിയുക്തമാക്കപ്പെട്ട, എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ. വാൽമീകിയുടെ രാമായണത്തിലെ പലതും അധ്യാത്മരാമായണത്തിലില്ല എന്ന തുറന്ന ഒരു സമ്മതം കൂടി വിദ്വൽ സദസ്സിൻ്റെ മുന്നിൽ, എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ഇതിൻ്റെ ധാരാളം കാര്യങ്ങൾ ആവർത്തിച്ച് പാടി ഏറ്റവും നല്ല രീതിയിൽ അതിൽ ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണോ? ശരിയാണെന്നുള്ളവർ കൈയുയർത്തും. രാമായണം വായിച്ച് ആവർത്തിച്ചു വായിച്ച് അതിൻ്റെ സത്ത മുഴുവനും എടുത്തിട്ടുള്ള ദ എസൻസ്, ഐ ഹാവ് ടേക്കൺ ദ എസൻസ് ഓഫ് ദിസ് ഹോളി ടെക്സ്റ്റ് എന്ന രീതിയിലേക്ക് ഉറപ്പുള്ള ആൾക്കാർ കൈയുയർത്തു. 24 വർഷം ഇത് ആരംഭിച്ചിട്ട് തൃക്കുരുട്ടിയിലെ ഈ പവിത്രമായിട്ടുള്ള ആത്മീയ സന്നിധിയിൽ അന്നു മുതൽ ആരംഭിച്ച സംഘാടകരും കൂടെ ഉണ്ടാകാം, പുതിയവരും ഉണ്ടാകാം, പറ്റാത്ത ആൾക്കാർ മാറി നിന്ന് ചിലപ്പോൾ കൊതിക്കറിവ് പറയുന്നുണ്ടാകാം. കാരണം ഇവിടുത്തെ ഏതോ ഒരു ആശംസാ പ്രസംഗത്തിൽ അതിൻ്റെ ഒരു ധ്വനി ഞാനിവിടെ കേട്ടു. ഞാൻ തൃശ്ശൂരുകാരനാണ്, തൃക്കുരുട്ടിക്കാരനല്ല. പക്ഷെ ധ്വനി കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ രാമായണത്തിൽ കാലനേമിമാരും കൂടി ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. രാമനെ ഭജിച്ച് രാമഭക്തനെ പോലെ അഭിനയിച്ച് ഹനുമാനെ കൊണ്ടുവരുന്ന സമയത്ത് അതിവിശിഷ്ടമായ 4 ഔഷധങ്ങൾ ഓർക്കുക. ആയുർവേദം, അതുപോലെ ഇന്ന് അതിനെ ബത്സിക്കുന്ന പലരും ഓർക്കുക. അതങ്ങനെ തള്ളിക്കളയേണ്ട സാധനമല്ല. അതിന് കുറച്ച് റിസർച്ചിൻ്റെയും ഫാർമക്കോളജിയിൽ തെളിയിക്കേണ്ടതിൻ്റെയും കുറേ മെത്തഡോളജിയുടെ വ്യത്യാസമുണ്ട്. ബട്ട് അന്നും 5155 വർഷങ്ങളെന്ന് ഫാദർ കാമിൽ ബുൽക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഭട്നഗർ അതിൻ്റെ പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ഈ പറയുന്ന രാശി ലഗ്ന ഡിസൈനിൽ കർക്കടകത്തിൽ പുനർവസു തിഥി എന്ന് പറഞ്ഞിട്ടുള്ള നവമി തിഥി എന്ന് പറയുന്നാൽ ഈ നക്ഷത്ര ബൃഹസ്പതിയുടെയൊക്കെ വ്യാഴഗണത്തിൻ്റെയൊക്കെ നക്ഷത്ര സമൂഹങ്ങൾ കൂടിയിട്ടുണ്ടാകുമോ? അങ്ങനെയുണ്ടല്ലോ. ഈ പറയുന്ന പർട്ടിക്കുലർ ഡേറ്റിൽ ഇങ്ങനൊരു നക്ഷത്ര സമൂഹം ഉണ്ടോ എന്ന് നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഡോക്ടർ ഭട്നഗറിൻ്റെ നേതൃത്വത്തിലുള്ള ആസ്ട്രോഫിസിക്സിൻ്റെ അതിൽ സോഫ്റ്റ്വെയർ, പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഇതെല്ലാം ഫീഡ് ചെയ്ത് കൊടുത്ത സമയത്ത് കൂട്ടരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, കൃഷ്ണൻ്റെ ജനനസ്ഥലത്തും ഒരു നക്ഷത്രയോഗം ഉണ്ടായിട്ടുണ്ട്. രാമൻ ജനിച്ചു എന്ന് പറയുന്ന പുണർദ നക്ഷത്രത്തിൽ നവമി തിഥിയിൽ ഈ പറയുന്ന നക്ഷത്രയോഗങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക്, അതാണ് ഈ കർക്കടകം. മനസ്സിലായല്ലോ? ഇതിൽ ജ്യോതിഷന്മാരൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ഉച്ചസ്ഥാനായിട്ട് നിൽക്കുന്ന ആ പറയുന്ന കർക്കടകമാണ്. ഈ കർക്കടക മാസവും നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല രാമായണ മാസത്തിൽ കേട്ടോ. പക്ഷേ ഈ കർക്കടകത്തിൽ ജനിച്ചതുകൊണ്ടും വേറെ ഒരു ഗതിയും പരഗതി ഇല്ലാതിരുന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ അന്ന് അന്നം കിട്ടിയിരുന്നുള്ളൂ. കുറച്ച് ആൾക്കാരൊക്കെ അധ്വാനിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
കുറേ ആൾക്കാർക്ക് അവർ കൊടുക്കുന്ന ദയാവായ്പിൻ്റേതായിട്ടുള്ള അളവ് കൊടുത്താൽ മാത്രമേ അരി അന്നൊരു വീട്ടിൽ വെക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത് പറയുമ്പോൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്നത്തെ ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് പട്ടിണി ഇടണമെന്നല്ല പറഞ്ഞത്. ഒരു കാലം, ആ കാലത്തിൻ്റെ, പക്ഷെ ആ കാലത്തിൽ നിന്ന് മാറി കൂടൽമന വിഷ്ണു നമ്പൂതിരി അവർകൾ ശബരി സൽക്കാര ക്ഷണിതാവായിട്ട്, കഴിഞ്ഞ വർഷം എനിക്ക് ആ ഭാഗ്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ആ കാര്യം കാണാൻ, അഖില കേരള തന്ത്രി മണ്ഡലത്തിൻ്റെ രക്ഷാധികാരിയാണ്. അതായത് കല്ലിനെ ഈശ്വരനാക്കാനും ഈശ്വര രൂപം കൊത്തിയുണ്ടാക്കുന്ന വീരന്മാരിവിടെ ഉണ്ട് അല്ലേ? അവരല്ലേ സത്യത്തിൽ ഈശ്വരനാക്കിയതാരാ? നാം കാണുന്ന ഈശ്വരനെ, നാം കാണുന്ന രാമനെ, നാം കാണുന്ന ഈ പ്രതിമയെ ഒക്കെ, ഈ നാം കാണുന്നതായിട്ടുള്ള ഷടാധാര പ്രതീക അനുസരിച്ച് 6 നിലകളുള്ള ഈ നിലവിളക്കിനെ, അല്ലാത്ത വിളക്കുകളൊന്നും നിലവിളക്കല്ല കേട്ടോ, കൊളുത്തേണ്ടത് നിലവിളക്കാണ്. കാരണം കുണ്ടലിനി ശക്തി ഉയർന്നു വന്നിട്ട് സഹസ്രാര പത്മത്തിൽ കത്തി നിൽക്കുന്നതായിട്ടുള്ള 6ാമത്തെ നിലയിൽ എണ്ണയൊഴിച്ചോ നെയ്യൊഴിച്ചോ മറ്റെന്തെങ്കിലും കരിയോയിലാണ് ഇപ്പോൾ മിക്കവാറും കിട്ടുക. അതിനെ റിഫൈൻ ചെയ്തിട്ടാണ് നമുക്കൊക്കെ നല്ല എണ്ണ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇറ്റ് ഈസ് നോട്ട് ഇഡിബിൾ എന്നതിലൊരു വാക്കുള്ളതുകൊണ്ട് കേസ് കൊടുക്കാനും പറ്റില്ല. കാരണം അതിൽ തന്നെ പറയേണ്ടത് ഭക്ഷ്യയോഗ്യമല്ലാണ്. കാരണം എന്താ, 800 ടണ്ണോളം വരുന്ന എണ്ണ ഒരു ദിവസം കൃത്യമായി നമുക്ക് വേണ്ടി മാത്രം തന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ കൂട്ടരെ. അപ്പോൾ എന്തായാലും അതിന് അത്രമാത്രം എള്ളൊന്നും ഈ പ്രദേശത്തൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എള്ളെണ്ണയും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സൂര്യകാന്തി പൂവ് ആകെ 4 രാജ്യങ്ങളിലേക്കുള്ളത് മാത്രമേ ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതും സൺഫ്ലവർ ഓയിൽ എന്നും പറഞ്ഞ് നമുക്ക് തരുന്ന വളരെ ഹൃദ്യമാണെന്നും കൂടി ഓർക്കുക. അപ്പോൾ കാലനേമിമാർ മാത്രമല്ല ഈ ലോകത്തുള്ളത്, ആ രൂപത്തിൽ മാരീചൻ്റെ രൂപത്തിൽ, താടകയുടെയും അതുപോലെ മറ്റു പലരുടെയൊക്കെ രൂപത്തിൽ ഓരോരുത്തരും കാമരൂപിണികളായിട്ടിരിക്കുന്നു. അപ്പോൾ രാമായണത്തിൽ ഞാൻ കാമരൂപിണിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള രൂപം വയ്ക്കാം. പരസ്യത്തിൻ്റെ രീതിയിൽ, ലേബലിൻ്റെ രീതിയിൽ, സ്വഭാവത്തിൻ്റെ രീതിയിൽ ഒക്കെ ഉണ്ടാവും. പേര് ചിലപ്പോൾ സുഭാഷിണി എന്നായിരിക്കും. ഭാഷ കേട്ടാൽ ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല. IPC സെക്ഷൻ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ന്യായ സംഹിത പ്രകാരം ഇഷ്ടം പോലെ കേസ് കൊടുക്കാവുന്ന രീതിയിലുള്ള സുഭാഷിണിമാർ, സുഗുണന്മാർ, സുശീലന്മാർ. മനസ്സിലായല്ലോ? അപ്പോൾ പേരിലല്ല കാര്യം ഇരിക്കുന്നതെന്ന് ഷേക്സ്പിയർ എഴുതി പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഞാൻ വീണ്ടും കിടക്കുകയാണ്. അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ തന്ത്രി ഒരുമിച്ച് ഇവിടെ വന്ന് ദീപപ്രജ്വലനം നടത്തിയത് നമ്മൾ കണ്ടു. അതേ വേദിയിൽ ഒരു കാലത്ത് 7 കാതം അകലെ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ട, നൊമ്പരത്തിന് വേണ്ടി മാത്രം പൈതൃകമായിട്ടുണ്ടായിരുന്ന, ആട്ടിയോടിക്കപ്പെട്ട, അടിച്ചകറ്റപ്പെട്ട, ചേർത്ത് നിർത്തണമെന്ന് ഹൈന്ദവ ധർമ്മത്തിൻ്റെ സനാതനധർമ്മം പുല്ലിലും പുഴുവിലും എല്ലാത്തിലും ഈശ്വരാത്മം കാണുന്ന, അഖിലവും ബ്രഹ്മമാണെന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൻ്റെ പ്രായോക്താക്കൾ, പ്രയോജകർ ആട്ടിയകറ്റപ്പെട്ട് നൂറ്റാണ്ടുകളോളം തൊടാൻ അനുവദിക്കാതിരുന്ന ആ ഒരു കാലഘട്ടത്തെ നമ്മൾ മറന്നു കളയാൻ പറഞ്ഞു പ്രഖ്യാപിക്കുന്നതും കൂടിയാണ് ഈ ഉദ്ഘാടന വേദി. ഇതാ ഇരിക്കുന്നു ഈ പറയുന്നവരൊക്കെ നമ്മുടെ കൂടെ. ആരുടെ കൂടെ? തന്ത്രി സമാജത്തിൻ്റെ രക്ഷാധികാരിയുടെ കൂടെ, അമ്മയടക്കം. ഇന്ന് നമ്മൾ പൂജിക്കുന്നത് രാമനെ മാത്രമല്ല കൂട്ടരെ, അതിനേക്കാൾ 10 മടങ്ങ് നാം ചെയ്തു പോയ പാതകങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഒരു സമാജത്തിന് കണ്ണു തുറന്ന് കാണാൻ ഇവിടെ ഒരു കാണിക്ക അർപ്പിക്കുകയാണ്. ആ കാൽക്കൽ ഹൃദയത്തിൻ്റെ കമലങ്ങളാകുന്ന പുഷ്പങ്ങൾ അർപ്പിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് ആർക്കുണ്ടായി? വിഷ്ണു നമ്പൂതിരി കൂടൽമന അഖില കേരള തന്ത്രിമണ്ഡലം. തന്ത്രിമാരുടെ പ്രത്യേകത എന്താ? ഇവിടുത്തെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചവരാണ് തന്ത്രി. അപ്പോൾ ഈശ്വരനെ നാം പ്രാർത്ഥിക്കുമ്പോൾ, തൃക്കുരുട്ടി ദേവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ വിഗ്രഹ രൂപത്തിലുള്ള ആ ലിംഗാരൂപിയായിട്ടുള്ള ആ അദൃശ്യ ശക്തിയെ നമുക്ക് പ്രാപ്തമാക്കി തരുന്ന രീതിയിൽ മന്ത്രങ്ങൾ കൊണ്ടും തന്ത്രസമുച്ചയത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും കൃത്യമായി അവിടെ ചൈതന്യത്തെ ആവാഹിച്ചതിനെ കൃത്യമായ മന്ത്രതന്ത്രാദികൾ കൊണ്ട് നമുക്കും കൂടി ആ ചൈതന്യത്തെ കിട്ടുന്ന വിധത്തിലേക്ക് പ്രതിഷ്ഠ നടത്താൻ അധികാരിയായിട്ടുള്ള തന്ത്രി മുഖ്യന്മാരുണ്ട് ഇവിടെ. അവരുടെ ഒപ്പം ഇന്ന് നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് ഒന്ന് നോക്കൂ. നമ്മൾ സ്റ്റേജിൽ കയറിയിരുന്ന് വലിയ സമത്വം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രവർത്തിക്കാൻ എവിടെ? ശപഥം അത് ചെയ്യാൻ എളുപ്പം, പ്രാവർത്തികമാക്കുന്നത് എത്ര കഠിനം.
ഇനി രാമായണമേളയിൽ ശബരി സൽക്കാരത്തിന് എന്നെ വിളിച്ച സമയത്ത് എനിക്കുണ്ടായ സന്തോഷം, കഴിഞ്ഞ പ്രാവശ്യം വന്നു, പക്ഷേ അന്നും ഈ 12 മണിയൊക്കെ തന്നെയായി കിട്ടിയപ്പോൾ അവസാനം ഞാൻ 1 മണിയായപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് നിർത്തി പോവുകയാണ് ചെയ്ത്. ഞാൻ കലാധരൻ ചേട്ടനോട് പറയുകയും ചെയ്തു. പക്ഷേ 5-6 പ്രാവശ്യം ഇതിന് മുമ്പും വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഈ പുണ്യം ഭൂമിയിൽ. അതെൻ്റെ കൂടെ, ഞാൻ സെൻട്രൽ കൊയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഷീൻ ഡെവലപ്മെൻറ്റ് സെക്ഷനിലായിരുന്നു. അവിടെ തന്നെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു അനിയനെ പോലെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മാന്നാറുകാരൻ, തൃക്കുരുട്ടിക്കാരൻ ഒരാളുണ്ട്. ഗിരീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാവും പകലും പണിയെടുക്കും, ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് ഞങ്ങളുടെ സെക്ഷനിൽ, എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് വർക്ക്. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി വാ. കാണട്ടെ, തൃക്കുരുട്ടിക്കാർക്ക് അറിയില്ലല്ലോ ഇങ്ങനൊരു ഗിരീഷിനെ. പ്ലീസ് കം, ഇവിടെ വന്ന് നിൽക്ക്. ആ, അങ്ങനൊരു വിദ്വാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ തൃക്കുരുട്ടിയുടെ ഈ പവിത്രമായ ഭൂമിയിലേക്ക് എനിക്ക് വരാൻ 5 വർഷങ്ങൾക്ക് മുമ്പും സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഗിരീഷ്. അതിനുശേഷം പിന്നെ കലാധരൻ ചേട്ടനും ഇതിൻ്റെ സംഘാടകരൊക്കെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അത്ര വലിയ പണ്ഡിതനൊന്നുമല്ല, പക്ഷെ ഞാൻ ഒരു സത്യം ബോധിപ്പിക്കേണ്ടി വരും. രാമനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം രാമായണം വായിച്ച ഒരാളാണ് ഞാൻ. രാമായണത്തിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്നവനാണ് ഞാൻ. അന്ന് എൻ്റെ പ്രത്യയശാസ്ത്രം എന്നെ പഠിപ്പിച്ചത് അതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇന്ന് ആഗസ്റ്റ്, ദ ഫസ്റ്റ് സൺഡേ ഓഫ് എവറി ഇയർ, ദ ഫ്രണ്ട്ഷിപ്പ് ഡേ, ദ നാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് സൗഹൃദത്തിൻ്റെ ദിവസമാണ് കൂട്ടരെ. മറിച്ച് ജൂലൈ 30-ാം തീയതി ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞാലും മതി. സോ ഇന്ന് തന്നെ ഇത് വെക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ച സമയത്ത് എന്നോടൊരു സ്വാമി പറഞ്ഞു, ഒന്നല്ല, രാമൻ്റെ വനയാത്രയ്ക്ക് ഗംഗാനദി കടക്കാൻ സഹായിച്ച ദശരഥൻ്റെ കൂട്ടുകാരനും അംഗരാജാവുമായിരുന്ന ശൃംഗീവേരപുരത്തിലെ ഗുഹൻ, ആ ഗുഹൻ നിഷാദ രാജാവായിരുന്നു, ബ്രാഹ്മണനായിരുന്നില്ല. രാമനും ബ്രാഹ്മണനായിരുന്നില്ല കൂട്ടുകാരെ, കൃഷ്ണനും ബ്രാഹ്മണനല്ലാന്നേ, വേദവ്യാസനും ബ്രാഹ്മണനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇനി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും? പരാശരൻ. പക്ഷേ ഇവരെയൊക്കെ കൃത്യമായി പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ച് അതിനുവേണ്ടി വർഷങ്ങളോളം വേദ ഇതിഹാസങ്ങളും പുരാണങ്ങളുടെയും സത്ത, അതുപോലെ തന്ത്രം പഠിച്ചു മന്ത്രം പഠിച്ച് രാവിലെ 4 മണി മുതൽ പട്ടിണിയിരുന്ന് ഉപവാസമിരുന്ന് നമുക്കൊക്കെ പ്രസാദവും ഇതാണ് ഇതം ന മമ രാഷ്ട്രായ സ്വാഹ എന്ന് ചില ആൾക്കാർ രാഷ്ട്രത്തെ സങ്കല്പിച്ചിട്ടാണ് ചെയ്യുക. ദീപാരാധനയ്ക്ക് മണി മുഴങ്ങുമ്പോൾ സ്വപാനത്തിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും ആ പടിയിൽ നിന്ന് നട തുറക്കാൻ കാത്തിരിക്കുമ്പോൾ ഒരു കൈകളിൽ മണികളിലും പ്രണവ സ്വരൂപമായിട്ടുള്ള ശബ്ദത്തിൻ്റെ, ആദിമ ശബ്ദത്തിൻ്റെ പ്രതീകത്തെ, അതുപോലെ തന്നെ പ്രജ്വലിപ്പിക്കുന്ന ബ്രഹ്മചൈതന്യത്തെ ഒഴിഞ്ഞ് നമുക്ക് വേണ്ടി തരുന്ന പൂജാരി ഒരിക്കൽ പോലും, തന്ത്രി മുഖ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇരിക്കണം ഞാൻ, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കുടുംബാംഗങ്ങളെ ഇതെനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യണതെന്നുള്ളത്. ഇതം നമമ എന്ന് പറഞ്ഞ് ഓരോ ദിവസം പട്ടിണി കിടന്ന് യജ്ഞം നടത്തുന്നവരെയാണ് നമ്മളിന്ന് ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറഞ്ഞ് വത്സിക്കുന്നത്, പൂച്ഛിക്കുന്നത്. അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ച ഒരു ഉത്തരം പറ, കൈ ഉയർത്തി. ഈ ഇത്രയും വിദ്വൽ സദസ്സിൻ്റെ മുന്നിൽ രാമൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരൊരു അവകാശ സമരം നടത്തിയിട്ടുണ്ടോ? ഞാൻ അവരുടെ വക്കീലായിട്ട് വന്നതല്ല, മറ്റു പലർക്കും സംഘടിച്ചു മുന്നേറാനായിട്ട് തടസ്സം സൃഷ്ടിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് അത് മാറ്റിയെടുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവരിന്ന് നമ്മളോട് ഒരുമിച്ച് നിന്നു. നന്നായത്. കാരണം എന്താ, ഈ കാണുന്ന ബ്രഹ്മത്തിന് രണ്ടാകാൻ പറ്റില്ല. സർവമേവം സർവം ഖലിതം ബ്രഹ്മ എന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറഞ്ഞതുപോലെ ജാതിയുടെ പേരിൽ, ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ, അനാചാരത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് കൂട്ടരെ കാട്ടിക്കൂട്ടിയതും ആർക്കും ഇല്ലാതെ പേടിയായതുകൊണ്ടായിരിക്കും പലരും ഇന്ന് കാട്ടിക്കൂട്ടാതിരിക്കണേ. കാലം മാറി, കോലം മാറണ്ടേ? കാലത്തിനനുസരിച്ച് മാറ്റാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സനാതനം എന്ന വാക്കിന് അർത്ഥം എന്ത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സനാതന? ദർ ഈസ് നോ സ്റ്റാർട്ടിങ്. എവിടെയെങ്കിലും ഒരു ബിഗിനിങ് ഉണ്ടോ അതിന്? എവിടെയെങ്കിലും അതിനൊരു അവസാനമുണ്ടോ? ഇത് രണ്ടുമില്ലാത്ത, തുടക്കമേതെന്നറിയാത്ത അവസാനമേതെന്നറിയാത്ത വിധത്തിലൊരു ധർമ്മശാസ്ത്രം
പക്ഷെ ധർമ്മം എന്താണെന്ന് നമ്മൾ കേട്ടു, പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, അല്ലേ സ്വാമിമാരാണ് ഇവിടെ ഇരിക്കുന്ന, ഗുരുക്കന്മാരുണ്ട്. ധർമ്മത്തിൻ്റെ തത്വം നമുക്കറിഞ്ഞൂടാ. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നവരുടെ മുന്നിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ എതിർത്തിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ചരിത്ര പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രാമായണ മേളയും രാമായണ മാസാചരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ചരിത്ര പശ്ചാത്തലം കേരളത്തിലുണ്ട്. കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഞാൻ വാൽമീകി ആശ്രമത്തിൽ അയോധ്യയിലൊക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത വിധം ഈ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് സന്തോഷമുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങിക്കൂടെ ചെല്ലണം. ചെരുശ്ശേരിയുടെ എരിശ്ശേരിയിൽ കഷ്ണമില്ല എന്ന് മഹാകവിമാർ ചിലപ്പോൾ കളിയാക്കും. അപ്പം വേറൊരു കവി പറഞ്ഞു, ഇളക്കി നോക്കിയാൽ കാണാം, കാരണം അത് വെന്ത് ലയിച്ചു പോയി. മനസ്സിലാവുണ്ടോ? അപ്പം അതിൻ്റെ കാമ്പ് നമുക്ക് കണ്ടെത്താൻ സാധിക്കലാണ് കാര്യം. അങ്ങനെയാണ് എങ്കിൽ 1982 ഏപ്രിൽ മാസം 4-5 തീയതികളിൽ എറണാകുളത്ത് സർവ്വസമ്പ്രദായത്തിലും പെട്ട, നമ്മുടെ എല്ലാ സമ്പ്രദായത്തിലും പെട്ട പുരോഹിതന്മാരുടെ ഒരു സംഭവം സ്വാമി ചിന്മയാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. വിശാല ഹിന്ദു സമ്മേളനം. ഒരുപക്ഷെ പലരും കേട്ട് കാണും. അതിലൊക്കെ ആ കാലത്ത് ചെറുപ്പക്കാരായിരുന്നവരാരെങ്കിലും ഈ വേദിയിലുണ്ടെങ്കിൽ അവർക്കിത് ഓർമ്മ കാണും. വിശ്വേശ്വര തീർത്ഥ സ്വാമിജികൾ വിളിച്ചു പറഞ്ഞു, ഹൈന്ദവ സോദര സർവേ. അതൊരു ആപ്തവാക്യമാണ്. ന ഹിന്ദു പതിതോ ഭവേത്. ഹിന്ദുക്കളിൽ നിങ്ങൾ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നിടത്തോളം പാതകം മറ്റൊന്നില്ല. ഇത് തന്നെയല്ലേ ശ്രീനാരായണ ഗുരുദേവനും ഈ മണ്ണിൽ നടന്ന് പറഞ്ഞത്, നമ്മളോട് എല്ലാവരോടും കൂടി പറഞ്ഞു. അല്ലാണ്ട് SNDPക്കാരോട് മാത്രമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണ്. ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മനുഷ്യാനാം മനുഷ്യത്വം. അതാണ് അവൻ്റെ ജാതി. ഗോക്കൾക്ക്, ഇപ്പോൾ ഇവിടെ ഒരു 10-25 പശുക്കളെ നിങ്ങൾ കൊണ്ടു കിട്ടും. ഗോവാണതെങ്കിൽ ആ പശുവിനെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന നിറമുള്ള പശു, ഇന്ന നിറമുള്ള പശു, ഇന്ന നിറമുള്ള പശു, പുള്ളി പശു എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴത് പശുവാണ്. ആ പശുത്വമാണ് അതിൻ്റെ ആ ഭാഗമെങ്കിൽ മനുഷ്യന് മനുഷ്യത്വം എന്നൊരൊറ്റതുള്ളൂ. അതിൽ 2 തരത്തിലുണ്ടാകാൻ പറ്റുള്ളൂ. ഒന്ന് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. ഇതാണ് ഗുരുദേവൻ കൃത്യമായിട്ട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞത്. നമ്മൾ സ്വീകരിച്ചുവോ? അതാരുടെ കുറ്റം? ഗുരുക്കന്മാരുടെ കുറ്റമാണോ? നേരത്തെ ഇവിടെ പറഞ്ഞു, ആശംസ പറഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാ ധർമ്മശാസ്ത്രങ്ങളും നന്മയ്ക്ക് വേണ്ടി നമ്മളെ നയിക്കാൻ ശ്രമിച്ചു. പക്ഷെ ചെയ്തു പോയ പാതകങ്ങൾ, പ്രദർശനങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തു. ഒരു പണ്ഡിതൻ പറയേണ്ടായി, എല്ലാ ധർമ്മശാസ്ത്ര വിചാരകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും, അംബേദ്കർ അടക്കം, മഹാനായിട്ടുള്ള അംബേദ്കർ, മഹാനായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളി അടക്കം പല ദിശകളും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. നമ്മളെന്ത് ചെയ്തു? എളുപ്പത്തിന് വേണ്ടി ഈ ചൂണ്ടിക്കാണിച്ച ഈ വഴിക്ക് പോയാൽ നമുക്ക് അവിടെ എത്താമെന്നാണ് ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചാണ് അവർ ചെയ്തത്. നമ്മളെല്ലാവരും കൂടി ഈ കയ്യിൻ്റെ വിരലുമ്മ കയറി പിടിച്ചിട്ട് ഞങ്ങൾ കണ്ടെത്തിയേ എന്ന് പറഞ്ഞു. ചൂണ്ടിയവൻ്റെ കയ്യിൻ്റെ വിരലിൽ കയറി ഞാൻ കിടന്നിട്ട് നമ്മൾ കണ്ടെത്തി എന്ന് പറഞ്ഞു. കണ്ടെത്താനുള്ള ഇതുണ്ട്. നഷ്ടമായ നാളുകൾ കഷ്ടമിന്നും ഓർക്കുകിൽ, ഇഷ്ടലക്ഷ്യമെത്തുവാൻ ഒട്ടു ദൂരമുണ്ടിനി. ഈ ബോധ്യം നമുക്കുണ്ടോ കൂട്ടരെ? അങ്ങനെ 1982 ഏപ്രിൽ മാസത്തിൽ സ്വാമിമാർ, വിവിധ സമ്പ്രദായത്തിൽപ്പെട്ടവരൊക്കെ, മാധവ്ജി അന്ന് അതിന് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ എനിക്കിന്ന് ശബരി സൽക്കാരത്തിന് അമ്മയുടെ കാൽക്കൽ പൂജിക്കാൻ വേണ്ടിയിട്ടൊരു നേതൃത്വം കൊടുക്കാൻ ഭാഗ്യം കിട്ടിയതുപോലെ അന്ന് ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ നടത്തിയ പൂജയിൽ ഏറ്റവും നല്ല പൂജാരിയായിട്ട് മാധവ്ജി നിശ്ചയിച്ചു. അതൊരിക്കലും ബ്രാഹ്മണനായിരുന്നില്ല. അപ്പോൾ അബ്രാഹ്മണനായ ഒരു തന്ത്രി തന്ത്രവിദ്യ പഠിച്ച് MA സംസ്കൃതവും MA ഹിസ്റ്ററിയും അതുപോലെ തന്നെ MA നിലവാരത്തിലുള്ള 3 പോസ്റ്റ് ഗ്രാജുവേഷൻ അർഹത നേടിയിട്ടാണ് തന്ത്രശാസ്ത്രം പഠിക്കുന്നത് കേട്ടോ. തന്ത്രവിദ്യാപീഠമുണ്ട്. ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള ആൾക്കാർ അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി. അവരെല്ലാവരും ഉണ്ടായിരുന്ന നേരത്ത് ആഴ്വാഞ്ചേരി മനയിലെ തിരുമേനി പരികർമ്മിയായി. അറിയാമോ നിങ്ങൾക്ക്? ഓർക്കുക, ഇത് 82 നടന്നതാണ്. അപ്പോൾ എത്ര മാസം കഴിഞ്ഞ് 10-38 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഇവിടെ. ഇത് നടന്നിട്ടുണ്ടെന്നേ.
എന്തുകൊണ്ട് നടന്നെന്നറിയോ നിങ്ങൾക്ക്? രാമനാഥപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. രാമനാഥപുരം, ആ പേരൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. രാമനാഥപുരം. അപ്പോൾ രാമൻ്റെ പേരാണല്ലോ. രാമനാണെങ്കിൽ സർവ്വ ആൾക്കാരെയും സ്നേഹിച്ച് നിൽക്കുന്നതാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലേ, ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ പ്രത്യേകത എന്താ? ഗുഹനെ കെട്ടിപ്പിടിച്ച് എൻ്റെ സഖേ, അത് കുറച്ചുകൂടെ നീട്ടിയപ്പോഴാണ് സഖാവേ എന്നാക്കിയത്. ഞാനും നീയും തമ്മിൽ വൈകാരികമായി യാതൊരു തരത്തിലുള്ള വ്യതിരിക്തതയും ഇല്ല എന്ന ബോധത്തോടു കൂടി മാത്രം സംസ്കൃതത്തിൽ വിളിച്ച പേരാണ് കൂട്ടരെ സഖേ. അതിന് സ്ത്രീലിംഗാണ് സഖി. ഇങ്ങനെയാണെങ്കിലും വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നേക്കണം, ആ പേര് പറയാൻ പാടില്ല. അത് കുറച്ചും കൂടെ നീട്ടുമ്പോഴാണ് നമ്മളെല്ലാവരും ഒന്നല്ലേ, ഒന്നാക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് സഖാവേ. ആയിക്കോട്ടെ, നല്ല കാര്യമായിട്ട് നടക്കട്ടെ. അങ്ങനെ 2 പ്രാവശ്യം വിളിച്ചു. ഗുഹനെയും വിളിച്ചു, സുഗ്രീവനെയും വിളിച്ചു. ഇത് കഴിഞ്ഞ് വിഭീഷണനെയും വിളിച്ചു. ഗുഹൻ നിഷാദ രാജാവായിരുന്നു ശൃംഗിവേരപുരത്തെ. അതുപോലെ തന്നെ സുഗ്രീവൻ വാനര രാജാവായിരുന്നു അധ്യാത്മരാമായണ പ്രകാരം. വിഭീഷണൻ താൻ ഏതൊരാളെ ഒടുക്കാനായിട്ടാണോ അവതാരം നടത്തിയിട്ടുള്ളത് ആ ആളുടെ സഹോദരനായിരുന്നു. അദ്ദേഹത്തെയും കെട്ടിപ്പിടിച്ചു. അല്ലാതെ എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ ആൾക്കാരെ മാത്രം കെട്ടിപ്പിടിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല അദ്ദേഹം ആലിംഗനം ചെയ്തത്. ഇനി നമുക്ക് നോക്കാം, ഈ ശബരിയുടെ സൽക്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തത്വം എത്രയേ ഉള്ളൂ. അന്ന് വിശാല ഹിന്ദു സമ്മേളനത്തിൽ പാടിയ രാമനാഥപുരത്ത് ഉണ്ടായ ഒരു സംഭവം, ഭാരതത്തിലെ മറ്റെല്ലാ സ്ഥലത്തും മതം മാറിപ്പോകുന്നു, സനാതനധർമ്മം വിട്ടുപോകുന്നു. അതിന് കാരണങ്ങളൊക്കെ പലതും ഉള്ളതിൽ ഒന്നാണ് ചവിട്ടി താഴ്ത്തുകയും അകറ്റി നിർത്തുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ദുരിതം. മനുഷ്യൻ്റെ അഭിമാനത്തോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ അതിന് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവരെ മനസ്സുമാറ്റി ചാടിക്കുക, വലക്കണ്ണിയിൽ നിന്ന് ചാടിക്കുന്ന ഒരു രീതി വന്നു. 1000 കുടുംബങ്ങൾ ഒറ്റ ദിവസം, 1000 കുടുംബങ്ങൾ രാമനാഥപുരത്ത് രാമനെ വിട്ടിട്ടൊക്കെ പോകാൻ പോയി. ഇത് എത്ര കാലം കൊണ്ടത്? അപ്പോൾ ഇത് ദേശീയ ശ്രദ്ധ ആരംഭിച്ചു. ആഭ്യന്തര മന്ത്രാലയം, ഇന്ദിരാഗാന്ധി അടക്കം അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ആൾക്കാർ പോകുന്നു, തഹസിൽദാരന്മാരെ നിർണ്ണയിക്കുന്നു, സന്യാസിമാർ സമ്പർക്കം നടത്തുന്നു, ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നു. കുറേ 800 പേര് തിരിച്ചു വന്നു കേട്ടോ. 800 പേര് തിരിച്ചു വന്നു. ഇപ്പോൾ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു പലതും. 800 പേര് തിരിച്ചു വന്നു. അപ്പോഴാണ് കേരളത്തിൽ നോക്കുമ്പോൾ എല്ലാ അടിസ്ഥാനത്തിലും 28 മുതൽ 46% വരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പേരുകൾ കൊണ്ട് ആനുകൂല്യം നിലനിർത്താൻ വേണ്ടിയൊക്കെയുള്ള ചില ചപ്പടാച്ചി പരിപാടികളാണ് നടത്തണേ എന്നുള്ളത് മനസ്സിലാക്കിയ പറഞ്ഞാണ് ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, നിങ്ങൾ എന്തെന്ന് ഹിന്ദുക്കളാണിത്? ഇവിടെ പുല്ലിലും പുഴുവിലും ഒക്കെ ഈശ്വരനെ കാണുന്ന നിങ്ങൾ ഈ സ്വന്തം മനുഷ്യനെ, സ്വന്തം സഹോദരങ്ങളെ നൂറ്റാണ്ടുകളായിട്ടുള്ള അബദ്ധധാരണയിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതല്ലേ? ഈ പരമേശ്വരജി ഒരു കവിത എഴുതിയിട്ടോ, ഹിന്ദുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ്. ഇത് 3 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞു. ആരാന്നറിയോ? വിശ്വേശ്വര തീർത്ഥ സ്വാമിജികൾ. പെജവാർ മഠത്തിൻ്റെ അധിപതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇത് 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. അപ്പോൾ വേറൊരു സ്വാമി പറഞ്ഞു, പരമ്പൊരുളൊന്നേ രണ്ടില്ല, ഉണ്മയും ഒന്നേ പലതില്ല, ഹരിയും ഹരനും ഹരിഹരസുതനും അതിനുടെ പലതാം രൂപങ്ങൾ. ദർശകരനവധിയുണ്ടാകാം, ദർശന വിവിധതയുണ്ടാകാം, എങ്കിലും അഖിലരും ഒന്നായി ഒഴുകും ഹിന്ദു ഭാഗീരഥി ഒന്നാണ്. അന്നത്തെ സ്റ്റേജിൽ വെച്ച് പാടിയതാ. പക്ഷെ ജീവിതത്തിൽ നമ്മളത് പകർത്തിയോ? വി ക്യാൻ സേ, വി ക്യാൻ ഇൻഫോം സോ മെനി തിങ്സ് ഇൻ ദ ഡയസ്, ബട്ട് വേർ ഈസ് ദ പ്രാഗ്മാറ്റിക് വേ ഓഫ് ലൈഫ്? എവിടെയാണ് പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിന് പകർന്നു കൊടുക്കുന്ന പ്രായോഗിക തലത്തിലുള്ള ജീവിതം? എവിടെ? ചേർത്ത് നിർത്താനുള്ളൊരു കൈകൾ, ഇല്ലാത്തവന് കൈനീട്ടമായി കൊടുക്കുന്ന മനസ്സും കൈകളും, ചേർത്തവനെ ആശ്ലേഷിച്ചു എന്ന് അവന് ബോധ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തേ നാം ചെയ്തില്ല? ആരുടെ കുറ്റാണോ സ്വാമി? ആണോ? ആരാണ്?
അപ്പം ഇത് മതിയോ? അത് പോരാ എന്ന തോന്നലിൽ നിന്നാണ് രാമായണം വേണം, രാമായണം ഇരുട്ട് മാഞ്ഞു പോകണം, രാമൻ്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കണം, ധാർമ്മിക വഴി. അവിടെ രാജാവിൻ്റെ ധർമ്മം, പുത്രൻ്റെ ധർമ്മം, ഭർത്തൃധർമ്മം, സഹോദരധർമ്മം, ഒരു സാമന്തൻ്റെ സുഹൃത്തിൻ്റെ ധർമ്മം, യോദ്ധാവിൻ്റെ ധർമ്മം, ശിഷ്യൻ്റെ ധർമ്മം, ക്ഷത്രിയൻ്റെ ധർമ്മം, ഇങ്ങനെ എത്ര എത്ര ധർമ്മങ്ങളാണിപ്പോൾ കയറി വന്നിട്ടുള്ളത്. പക്ഷെ അവസാനം അദ്ദേഹം സ്വീകരിച്ച ഒരേ ഒരു ധർമ്മം, രാജാവാകുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയത്. പക്ഷെ 7-ാം ദിവസം അവനൊരു ലെസ്റ്റ് ഫോം ചെയ്യും. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആ രീതിയിൽ നമ്മളെ ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ആദ്യം ഡോപാമൈൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും, സെറോട്ടോണിൻ, ഡോപാമൈൻ എന്നൊക്കെ പറഞ്ഞ് ധാരാളം ബയോകെമിസ്ട്രി ഉണ്ടപ്പോൾ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് ഹൈപ്പോതലാമസിലും തലാമസിലും ഒരു തരം ആവേശം ഉണ്ടാക്കും. അതിനെ പറയുന്ന പേരാണ് ലഹരി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി നിലനിർത്താനുള്ള ശ്രമം നടത്തും. കുറെ കഴിഞ്ഞാലോ അത് പിന്നെ കിട്ടാതെ നെർവസ് സിസ്റ്റം, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ, ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ അപകടം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് പണ്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോഴുണ്ട്, മെഡിക്കൽ സയൻസിലുണ്ട്, ഫാർമക്കോളജിയിലുണ്ട് ഇത്. പക്ഷെ ഇത് അമിതമായി കൺസ്യൂം ചെയ്താൽ നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തനിക്കാനുള്ള മുഴുവൻ സംഗതികളും ദ സിസ്റ്റം വിൽ കൊളാപ്സ്. ഈ ഒരു സിസ്റ്റമാണ് നമുക്കിന്ന് കോടികളുടെ പരിപാടിയായിട്ട് മാറ്റിയത്. അപ്പോൾ ആ ടീച്ചർമാരുടെ അക്കൗണ്ടിലും അതിനുവേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് കൊടുക്കുന്ന ആ ബോയിലിംഗ് അക്കൗണ്ടുകളിലൂടെ ഏതാണ്ട് 10-12 കോടി രൂപ 10-12 കോടി രൂപ മറിഞ്ഞുപോയി. ഇനി ഈ മാർച്ച് മാസം വരെ സെൻട്രൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 3 മാസം കൊണ്ട് 26,000 കോടി രൂപ ഫോറിൻ ഫണ്ട് നേരത്തെ പറഞ്ഞ പോലെ പല സംഘടനകളിലേക്ക് കിട്ടി. ആ സംഘടനകളുടെ ലക്ഷ്യം ഇപ്പോൾ നേരത്തെ ഇവിടുത്തെ സമുജ്വലനായിട്ടുള്ള സംസ്ഥാന അധികാരിമാരും സാമുദായിക സംഘടനകളുടെ ആൾക്കാർക്ക് അറിയാം. അവരെ വിശ്വസിച്ച് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന അനേക ലക്ഷം വരുന്ന പല ആൾക്കാരെയും ഈ സനാതനധർമ്മത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാറ്റാം. കാരണം അവർക്കൊന്നും അറിയില്ല. നമുക്കിനി എത്ര പേർക്ക് ഇതറിയും? അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിലെ വാൽമീകി രാമായണത്തിൽ 73-ാം സർഗത്തിലാണ് ഈ ഋഷ്യമൂകാചല മാർഗപ്രദർശനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുള്ളത്. എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ശരിക്കും പറഞ്ഞാൽ ആരണ്യകാണ്ഡത്തിലെ കബന്ധൻ കണ്ടതിന് ശേഷമാണ് ഈ ശബരി എന്ന് പറഞ്ഞൊരു വരുന്നത്. 1912 വരിയിലാണത് വരിക. ആരണ്യകാണ്ഡത്തിലെ 1912 വരി നിങ്ങൾ പരിശോധിച്ചാൽ ഈ സംഗതി അറിയാം. കബന്ധൻ്റെ 2 കൈകളും രാമലക്ഷ്മണന്മാർ വെട്ടിമാറിച്ച്. ധനു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗന്ധർവൻ്റെ ജന്മമാണ്, അല്ലെങ്കിൽ ശാപം കിട്ടിയ ശേഷമുള്ള ജന്മമാണ്. അഷ്ടാവക്രനെ കളിയാക്കി, വിരൂപിയായിട്ടുള്ള ഒരാളെ കളിയാക്കുമ്പോൾ ഇദ്ദേഹം അതിസുന്ദരനായതുകൊണ്ട് തന്നെ വിരൂപനായിട്ട് പോട്ടെ. ഇത് കഴിഞ്ഞ് ഇന്ദ്രനുമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിനോടനുബന്ധിച്ച് ഇന്ദ്രൻ്റെ ശസ്ത്രമേറ്റ് എല്ലാ ഭാഗങ്ങളും അതാത് സ്ഥലത്തിരിക്കാതെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ ഇരുന്നു. അങ്ങനെയാണ് കണ്ണ്, മൂക്ക്, വായൊക്കെ നെഞ്ഞത്തായിരുന്നു. ഇങ്ങനെ കബന്ധൻ. പക്ഷേ ജീവിക്കാനായിട്ടുള്ളൊരു വരം കൊടുത്തു, നീളമുള്ള കൈകൾ. ആ കൈകൾ രാമൻ വന്നറക്കുമ്പോൾ നിൻ്റെ ശാപമോക്ഷം വരുമെന്ന് പറയുകയും, രാമൻ ഈ ഉപകാരം എനിക്ക് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങേക്കും ചില ഉപകാരങ്ങൾ ചെയ്യാം, സീതാന്വേഷണമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സീതാലബ്ധിക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നത് അങ്ങനെ അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ മാത്രമേ എൻ്റെ പൂർവ്വസ്വരൂപം വരികയും പൂർവമായ എൻ്റെ സിദ്ധികൾ വരികയും ചെയ്യുള്ളൂ. ഞാൻ ചെയ്ത പാതകങ്ങളിൽ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് ആ സിദ്ധി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനം ആ ശരീരം ദഹിപ്പിക്കുന്നതോടുകൂടി ആ ഉജ്ജ്വലമായിട്ടുള്ളൊരു രൂപം വന്നിട്ട് പറയുന്നത് മതംഗാശ്രമം, പമ്പാസരസിനടുത്തുള്ള ആ മതംഗാശ്രമത്തിലേക്ക് പോകൂ.
പിന്നെ വേറൊരു ഐതിഹ്യം കൂടെ അതിൽ ചേർക്കണതിൽ വെച്ചാൽ പുതുമയുള്ളതായിരിക്കും, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ട് കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ആദ്യം പറയണേ. ആയിരക്കണക്കിന് രാമായണങ്ങളും കഥകളും ഉപകഥകളും ഉപാഖ്യാനങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ നാടും അല്ലാത്തതും. ഇപ്പോൾ ഡോക്ടർ ദുബെ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതിൽ 236 തരം രാമായണങ്ങൾ 132 രാജ്യങ്ങളിലായിട്ടുണ്ട് എന്നാണ്. ഇനി ഫാദർ കാമിൽ ബുൽക്കെ, ഇറ്റാലിയൻ ഫാദറായിട്ടുള്ള പാതിരിയായിട്ടുള്ള ഒരാളാണ് സത്യത്തിൽ നമുക്കൊക്കെ ഈ രാമായണത്തിന് ഇന്ന് കാണുന്ന രൂപത്തിൽ ഒന്ന് കണ്ണ് തുറന്ന് കാണാവുന്ന രൂപമാക്കി കൊടുത്തതെന്നും കൂടി വിസ്മരിക്കാൻ പാടില്ല. കാരണം സത്യം മാത്രമേ ഇവിടെ ബോധിപ്പിക്കാൻ പാടുള്ളൂ ഈ സ്റ്റേജിൽ. അപ്പോൾ അതുകൊണ്ട് കാമിൽ ബുൽക്കയെ നമ്മൾ മറക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതാത് സ്ഥലത്ത് ഒരു പാതിരി അല്ലെങ്കിൽ ഒരു മിഷണറി വന്നു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തെ സാംസ്കാരിക ഗ്രന്ഥങ്ങളെ പഠിക്കുകയും വിമർശന ബുദ്ധിയ കാര്യങ്ങൾ. അങ്ങനെയാണ് മാക്സ് മുള്ളറിനെ പോലും ബ്രിട്ടീഷുകാരുടെ പ്രത്യേകമായ താല്പര്യം അനുസരിച്ച് വേദങ്ങൾ പഠിക്കാൻ അനുവദിച്ചതും പിന്നെ അദ്ദേഹത്തിൽ നിന്നത് ലോകം അറിയുകയും ലോകം അറിഞ്ഞതിന് ശേഷമാണ് വിവേകാനന്ദനോട് പോലും ഒരിക്കൽ പറയേണ്ടായി, ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്ന വരെ നിങ്ങളൊക്കെ ഈ കുട്ടികളെ മുതലിലേക്ക് അടിച്ചു കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ളൊരു അന്ധവിശ്വാസികളായിട്ടുള്ള അബദ്ധജടിലമായിട്ട് ജീവിക്കുന്ന കുറേ പരിഷ്കാരമില്ലാത്ത ജന്തുക്കളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഇങ്ങനെയുള്ളൊരു നാട്ടിലേക്കാണോ നമ്മുടെ ആൾക്കാർ നിങ്ങളെയൊക്കെ ഉപദേശിക്കാൻ പോകേണ്ടി വരുന്നത് എന്ന ഒരു ആത്മകഥം അവർ പറഞ്ഞതായിട്ടും കൂടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഡോക്ടർ ദുബെ 236ഓളം വരുന്ന ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത രാമായണങ്ങളെക്കുറിച്ച് 12 ഘടകങ്ങളാക്കി കാര്യങ്ങൾ ചെയ്തു. ഇനിയൊക്കെ വരാൻ പോകുന്ന സംഭാഷണങ്ങളിലും പ്രഭാഷണങ്ങളൊക്കെ ഒരുപക്ഷെ പണ്ഡിതന്മാർ അത് പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. ഈ മതംഗമുനി പമ്പാനദിയെക്കുറിച്ച് പരാമർശമുണ്ട്, അതിൽ മതംഗമുനിയുണ്ട്. ഇനി വേറൊരാൾ റിസർച്ച് ചെയ്തത് രാമായണത്തിലെ രാമൻ സഞ്ചരിച്ച വഴിത്താരകൾ ഉണ്ടോ, നിലനിൽപ്പുണ്ടോ, പേരിലൂടെയെങ്കിലും അത് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ. അപ്പോൾ കേരളത്തിൽ മറ്റു പല സ്ഥലവും രാമൻ നടന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നെങ്കിൽ അതിനൊന്നും ഈ റിസർച്ച് പ്രകാരം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓർക്കുക, പമ്പാസരസിലൂടെ ശബരി എന്ന് പറയുന്ന ഈ പറയുന്ന പ്രദേശത്തുകൂടെ സഞ്ചരിച്ചതിനെക്കുറിച്ചുള്ള സ്ഥലനാമ കഥകളൊക്കെ നിലനിൽക്കുന്നു. ഇനി ലോകത്ത് ദ എൻറ്റയർ വേൾഡ് ശബരി എന്ന പേരിലും ശബരിമല എന്ന് പറഞ്ഞ പേരിലും ലോകത്തൊരൊറ്റ സ്ഥലമുള്ളൂ കേട്ടോ, അത് നമ്മുടെ മണ്ണ് തന്നെയാണ്. ഇനി ഇത് നിരന്തരം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് പണ്ഡിതന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നൊരു തീരുമാനമൊന്നും ആയിരുന്നില്ല. കർക്കിടക മാസം വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അമ്പലപ്പുഴ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് സ്വാമി? എത്ര കിലോമീറ്റർ ഉണ്ട് അമ്പലപ്പുഴ? 35. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ നാട്ടുരാജാക്കന്മാർ സ്വരൂപങ്ങളായിട്ട് ഭരിച്ചിരുന്ന ഒരു ചരിത്രം ഇവിടെയുണ്ട്. ഹിസ്റ്ററിക്കലി ഈ അമ്പലപ്പുഴയിൽ ഒരു രാജാവുണ്ടായിരുന്നു. സാത്വികനായിട്ടുള്ളൊരു രാജാവാണ്. കലയ്ക്കും അതുപോലെ തന്നെ ഗ്രന്ഥകാരന്മാരെയും കൃത്യമായി ആദരിച്ചിരുന്ന ഒരു രാജാവ് തന്നെയായിരുന്നു. ദേവനാരായണൻ എന്നാണ് പേര്. അറിയാവുന്നവരൊന്ന് കൈ ഉയർത്തും. 35 കിലോമീറ്റർ അല്ലേ? ഇറ്റ് ഈസ് ഹാർഡ്ലി 35 കിലോമീറ്റർ. ദേവനാരായണൻ എന്ന് പറഞ്ഞൊരു രാജാവ് അമ്പലപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹമാണ് ഇന്നത്തെ അധ്യാത്മരാമായണത്തിന് കാരണമായതെന്നോ അറിയാവുന്നവർ കൈ ഉയർത്തു. അറിയാമായിരിക്കും, ചിലപ്പോൾ കൈ ഉയർത്താൻ പഠിച്ചിട്ടായിരിക്കും അല്ലേ സ്വാമി? ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അദ്ദേഹമാണ് തെലുങ്ക് കവി, മഹാപണ്ഡിതനായിട്ടുള്ള തെലുങ്ക് കവി. സംസ്കൃതത്തിൽ മഹാഭാരതത്തിൻ്റെ രാമ ഉപാഖ്യാനം വനപർവ്വത്തിലുള്ളതാണ്. വനപർവ്വതത്തിലെ ആ പർവ്വം, ഓരോ പർവ്വങ്ങളായിട്ടാണല്ലോ മഹാഭാരതം. അതിൽ മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് കഷ്ടപ്പാടിൻ്റെയും ദുരിതം നീ എന്തനുഭവിച്ചു യുധിഷ്ഠിര, നീ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ രാമകഥ ഉപാഖ്യാനം നടത്തുന്നത്. അതിലെ ഏതാണ്ട് 23ഓളം പ്രത്യേകമായ അധ്യായങ്ങളായിട്ടത് പറഞ്ഞിരിക്കുന്നതാണ് അധ്യാത്മരാമായണം. വാൽമീകി രാമായണമല്ലത്, പക്ഷെ അതിനെ അധികരിച്ചുകൊണ്ട് രാമൻ്റെ കഥ കൃത്യമായി സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള അതാണ് തെലുങ്ക് കവി ഇവിടെ കൊണ്ടു കൊടുത്തത്. അപ്പോൾ തെലുങ്ക് അറിയുന്ന ആൾക്കാരും ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് മേൽപ്പത്തൂറിനോട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്ന് വിവർത്തനം ചെയ്ത് കിട്ടിയാൽ നന്നായിരിക്കും. അങ്ങനെ ചതുർമ്യാസ അടിസ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അമ്പലപ്പുഴ വന്ന് തൊഴുന്നൊരു ശീലം കൂടി
വാതരോഗം മാറിയതിന് ശേഷം മേൽപ്പത്തൂരിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ രാജ്യത്തിൽ വന്നപ്പോഴാണ് ഇത് കാണിച്ചു കൊടുത്തത്. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ഒരു വിദ്വാനുണ്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ പറഞ്ഞുള്ളൂ, രാമാനുജൻ പേരൊന്നും പറഞ്ഞില്ല. ഇപ്പോഴും നമുക്കറിഞ്ഞൂടാ പേര്. രാമനെന്ന് പറഞ്ഞിട്ടുള്ള വിദുഷാം അഗ്രേസരൻ, വിദുഷികൾ അഗ്രേസരനായിട്ടുള്ള ഒരു ജ്യേഷ്ഠൻ രാമൻ എന്ന് പേരിട്ടുള്ളത് എനിക്കുണ്ട്. അദ്ദേഹത്തെയും കൂടെ വന്നിച്ചുകൊണ്ടാണ് അദ്ദേഹം രാമായണത്തിൽ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമൻ്റെ അനുജനായതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു രാമാനുജൻ. സ്വന്തം പേര് എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് 41 ഒരു മണ്ഡലത്തിനുള്ളിൽ ഇതൊന്ന് വിവർത്തനം ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എഴുത്തച്ഛന് ലഭിക്കുകയും, പാവം പകൽ മുഴുവൻ ചക്കാട്ടി, വൈകുന്നേരം ഓർത്ത് കുട്ടികളും കൂടി അടക്കം ചക്കാട്ടുമ്പോഴത് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു അത്രേ. സ്വന്തമായി 51 ലിപികളില്ലാതിരുന്ന മലയാളത്തെ 31, 32 കോലെഴുത്തും വട്ടെഴുത്തും ഉണ്ടായിരുന്ന മലയാളത്തിൽ നിന്നും നാഗരി ലിപികയിൽ ഏറ്റവും സമുജ്ജലമായിട്ട് യോജിപ്പിക്കാവുന്ന ലിപി വിന്യാസവും വ്യാകരണവും ഭാഷാ ശുദ്ധിയും ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലേക്ക് അന്ന് അദ്ദേഹം ചെയ്തതുകൊണ്ടാണ് കേരളത്തിലെ മലയാള ഭാഷ പിതാവായിട്ട് തുഞ്ചൻ അറിയപ്പെടുന്നത്. പക്ഷെ ആ തുഞ്ചത്ത് ആ കൃത്യമായ തുഞ്ചൻ സ്മാരകത്തിലൊരു പ്രതിമയോ പ്രതീകമോ പോലും പ്രതിഷ്ഠിക്കാൻ സമ്മതിക്കാത്ത സാംസ്കാരിക കേരളത്തിലാണ് ഒരു മൂലയ്ക്ക് നമ്മളും ഇരിക്കുന്നതെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അങ്ങനെ മതംഗമുനിയുടെ ആശ്രമത്തിൽ കായ്ക്കിഴങ്ങുകൾ വാടുകയോ നശിക്കുകയോ ചെയ്യില്ല. എന്താ കാരണം? മതംഗമുനിയുടെ ശിഷ്യന്മാർ വിയർപ്പൊഴുക്കിക്കൊണ്ടുവന്ന കായ്കനികളാണത്. ആ വിയർപ്പ് തുള്ളികൾ വീണ മതംഗാശ്രമത്തിലെ ഒരൊറ്റ ഫലവും പൊട്ടയായി പോവില്ല, പുഴുവരിക്കില്ല, ചീഞ്ഞു പോവില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു അവകാശവാദമാണ് കേട്ടോ. നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്കൊരു അവകാശവാദം അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയണം, ആദ്യത്തെ ഡ്രൈ ഫ്രൂട്ട് സിസ്റ്റം ഉണ്ടാക്കിയത് ശബരിയാണ്. കാരണം അവർ കിട്ടിയ കാലത്ത് അനുസരിച്ച് ലഭിച്ച പഴങ്ങൾ, താഴെ വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെ കടിച്ചു നോക്കി ഏറ്റവും മധുരമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തി അതൊക്കെ ഉണക്കി വെച്ചു. ഞാൻ സംഭരിച്ചേൻ എന്നാണ് വാക്ക് കേട്ടോ. അതിൽ തന്നെ ആ കൊട്ടയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയിട്ട് അത് അപ്പോഴും ഈ രാമൻ വരുന്ന സമയത്തും ഇപ്പോഴും അതിന് മധുരമുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അതല്ല കൊടുത്തത്. അത് കൊടുത്തു എന്ന് എവിടെ എഴുതിയിട്ടില്ല. ബാക്കി ആ കൊട്ടയിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തു. അങ്ങനെ രാമനെ സ്വീകരിക്കാൻ കാണിച്ച ആ യഥാർത്ഥത്തിൽ അവരുടെ പേര് ശ്രമണി എന്നാണ്. ശബരി ആശ്രമത്തിൽ ഇരുന്ന് ദേഹത്യാഗം ചെയ്തതിന് ശേഷമുണ്ടായ പുകഴ്പ്പെട്ട പേരാണ്. ശ്രമണിയുടെ അച്ഛൻ്റെ പേര് ചിത്രശരൻ എന്നാണ്. അങ്ങനെ ചിത്രശരൻ ശരിക്കു പറഞ്ഞാൽ ഈ ശബരിയുടെ പ്രായപൂർത്തിയാകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിൻ്റെ ആ വേദിയിൽ അസംഖ്യം മൃഗങ്ങളെ കൊന്ന് സൽക്കാരമൊരുക്കാനായിട്ടുള്ള അച്ഛൻ്റെ ഒരു ഉത്തരവും ഈ മകൾ കേട്ടു. പക്ഷെ ജന്മന പ്രകൃതി സ്നേഹിയും മൃഗസ്നേഹിയും എല്ലാമായിരുന്ന ഒരു ജീനായിരുന്നു ഈ ശ്രമണിയുടേത്. അവരാണ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ വിവാഹം വേണ്ട. ഇത്രമാത്രം മൃഗങ്ങളെ കൊന്നും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ലതാദികളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ളൊരു വൈവാഹിക ബന്ധം ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനിൽ നിന്നും ആ എതിർപ്പോടുകൂടി വിവാഹിതയാകാതെ കാട്ടിലേക്ക് പോവുകയും മതംഗമുനിയുടെ ആ വഴിത്താരയിൽ അത് വൃത്തിയാക്കി ആശ്രമങ്ങൾ മുഴുവൻ മറഞ്ഞു നിന്ന് വൃത്തിയാക്കുകയും പിന്നീടത് മുനി മനസ്സിലാക്കി, അല്ലയോ യുവതിയായിരിക്കുന്ന സമയത്ത് തന്നെ ശബരിയോട് പറഞ്ഞു, നിൻ്റെ ഭക്തിയും നിൻ്റെ ഈ കൃത്യനിഷ്ഠയും നീ അലൗകികമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ആണ് നിനക്ക് കഴിവുകളുള്ളതെന്ന് തെളിയിക്കപ്പെടുന്നു. നീ ജനിച്ചിരിക്കുന്നത് തന്നെ നിൻ്റെ ജന്മ ഉദ്ദേശം മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് എന്നും മനസ്സിലാക്കുന്നു. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ രാമദർശന സായുജ്യം നിനക്ക് ലഭിക്കും. അതുകൊണ്ട് ഞങ്ങൾ ദേഹത്യാഗം ചെയ്യാണ്, കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഗുരുവിൻ്റെ വാക്ക് പ്രത്യാശയോടുകൂടി കാത്തിരുന്നൊരു ശിഷ്യയും കൂടിയാണ്. അവർക്ക് പ്രായമായി, പക്ഷെ അവർ യുവതിയായിരിക്കുമ്പോൾ വന്നതാണ്. അവരോരോ ദിവസവും ശ്രീരാമനെ കാത്തിരുന്നു. അവസാനം ശ്രീരാമചന്ദ്രൻ വന്നു, സൽക്കരിച്ചു. അങ്ങനെ ക്ഷത്രിയ കുലത്തിലുള്ള ഏറ്റവും വലിയ
ധാർമ്മികനായിട്ടുള്ളൊരു രാജാവ് വഴിമധ്യേ കാത്തിരിക്കുന്നു എന്ന് കബന്ധനിലൂടെ അറിയുകയും സീതാന്വേഷണത്തിന് വഴി കാണുന്ന ഒരു ഉപദേശം കൊടുക്കുന്ന ഗുരുവായി തീർന്നു. രാമന് ഗുരുവായി ശബരി. എങ്ങനെ? ദക്ഷിണ ദിക്കിലേക്ക് പോവുക, ഋഷ്യമുഖാചലത്തിലൊരു ഗുഹയിലിരിക്കുന്ന 5 വാനരന്മാരുണ്ട്, 4 മന്ത്രിമാരും സുഗ്രീവനും. അവരുമായിട്ട് സഖ്യം ചെയ്തതുകൊണ്ട് മുന്നോട്ട് പോകൂ. ഇനി കാലവിളംബമില്ലാത്ത ഒരു ഉദ്ദേശം സാധിക്കും എന്നും കൂടി പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലേക്കാണ് ഇതിൻ്റെ ആ കാര്യം നിന്ന്. അങ്ങനെ ശബരി കാത്തിരുന്നു. ശബരി മാത്രമല്ല രാമനെ കാത്തിരുന്നു, അഹല്യ കാത്തിരുന്നു, സ്വയംപ്രഭ കാത്തിരുന്നു, ശബരി കാത്തിരുന്നു. ഒരു 3 പേര് സ്ത്രീകളായിരുന്നു. ആ 3 പേർക്കും ആവശ്യമുള്ളതൊക്കെ രാമനിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ശബരി സൽക്കരിച്ചു. ആ കാലത്തിൻ്റെ ഒരവസ്ഥ, ആ ശബരിയുടെ വംശം, ആ ശബരിയുടെ കുലം, ആ ശബരിയുടെ സമുദായം, സമൂഹം, ഇന്ന് അവരുടെ ഗതി എന്താ? നാം രാമനെ വിശ്വസിക്കുന്നുവെങ്കിൽ, രാമൻ്റെ വഴിയിലേക്ക് പോകുന്നുവെങ്കിൽ, രാമനിലേക്ക് ലയിക്കാൻ ഇപ്പോൾ പല ആൾക്കാരും മുത്തശ്ശിയമ്മമാരൊക്കെ പാടില്ലേ, രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാരണ. ഈ രാമമന്ത്രം ചൊല്ലിയാൽ രാമപാദം ചേരണമെങ്കിൽ എന്ത് വേണം? രാമൻ ജീവിച്ച പോലെ ജീവിച്ചും കൂടി കാണിച്ചു കൊടുക്കണം. ഇത് പാടിയോണ്ട് മാത്രമാവില്ല. അന്ന് രാമനെ സൽക്കരിച്ച ശബരിയുടെ വംശത്തെ ചേർത്ത് പിടിക്കണ്ടേ നാം? അതുപോലെ മറ്റാൾക്കാർ ആരൊക്കെയുണ്ടോ അവരൊക്കെ അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനുള്ള കൈകൾ ഉണ്ടാവണമെങ്കിൽ മനസ്സുണ്ടാവണം ആദ്യം. ആ മനസ്സുണ്ടാക്കാനും കൂടി രാമായണം നമ്മളോട് പറയുന്നുണ്ട്. ആ മനസ്സിൻ്റെ പ്രതീകം എങ്ങനെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയപ്പോൾ? സ്റ്റേജിൽ നിന്ന് നമ്മളൊക്കെ സമത്വരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവില്ല അടുത്ത തലമുറയ്ക്ക്. അതുകൊണ്ടാണ് തന്ത്രിമുഖ്യന്മാരിൽ ഏറ്റവും പ്രവീണനായിട്ടുള്ള ഈശ്വരനെ കല്ലിൽ സൃഷ്ടിക്കാൻ സാധിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നവരിൽ തന്ത്രിമുഖ്യന്മാരുടെ സംസ്ഥാന രക്ഷാധികാരി ഇന്ന് ആ ഭാരതി എന്ന് പറഞ്ഞ അമ്മയുടെ, ഇന്നത്തെ നമ്മുടെ ശബരിയുടെ കാല് കഴുകിക്കും, പുഷ്പമിടും, വസ്ത്രം കൊടുക്കും. അന്ന് രാമനെ എങ്ങനെ ഫലം കൊടുത്ത് സൽക്കരിച്ചുവോ, ഇന്ന് നാം അവർക്ക് സൽക്കരിച്ചുകൊണ്ട് വായിൽ അവർക്ക് ആ പഴം വെച്ച് കൊടുക്കും. മാറ്റം വരണ്ടേ? മാറണ്ടേ? വേണ്ടേ? മാറണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയുയർത്ത്. നൂറ്റാണ്ടുകളായിട്ടുള്ള അഴുക്കുകൾ, നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ആ അസ്പൃശ്യത, മനുഷ്യനെ മനുഷ്യനായി കാണണ്ടെന്ന് ആരെങ്കിലും ഈ സദസ്സിലിരിക്കണമെങ്കിൽ അവർ ഉയർത്ത് കൈ. അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ആ അമ്മയെ മനസ്സുകൊണ്ടെങ്കിലും ആ അമ്മയുടെ ഇനിയുള്ള തലമുറ അടക്കം ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സും കൂടി ആകണം. അതില്ലാതെ എന്ത് രാമായണം? അതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രസക്തി. അതുകൊണ്ട് ശബദമല്ല ചെയ്യേണ്ടത്, പ്രവൃത്തിയിലൂടെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കുമ്പോൾ, നേരത്തെ ഈ സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന വിവിധ സാമുദായിക സംഘടനകളുടെയൊക്കെ വ്യത്യസ്ത ദർശനങ്ങളുണ്ടെങ്കിൽ കൂടി ഓർക്കുക, നമ്മൾ ഒന്നാണ്. ഒന്നായി നിന്നാലല്ലാതെ ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അപകടങ്ങൾ മാരീചനെപ്പോലെ, രാക്ഷസന്മാരെപ്പോലെ, കാലനേമിമാരെപ്പോലെ കാത്തിരിക്കുന്നു. അതിൽ നിന്നുള്ള വിമുക്തിയും കൂടി ആകണം രാമായണമേളയുടെ സന്ദേശം. അത് തന്നെ ആയിരിക്കണം ഈ ശബരി സൽക്കാരത്തിൻ്റെ പ്രസക്തിയും എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചിന്താടിസ്ഥാനത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മുന്നോട്ട് നയിക്കാം. ഭക്തി കൊണ്ടല്ലാതെ മുക്തി ഉണ്ടാവില്ല. രാമായണം അയാൾക്ക് പറ്റുന്ന വിധത്തിൽ പാടിയത് ഭക്തിമായ സ്വരത്തിലാണെന്ന് പറയുന്നുണ്ട്. വ്യാകരണമുണ്ടാവും, അക്ഷരത്തെറ്റുണ്ടാവും, പക്ഷെ പാടി. കൊട്ടാരം മുതൽ കുടിൽ വരെ ഇത് കയ്യെഴുത്ത് പ്രതിയിലാക്കി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അമ്പലപ്പുഴ രാജാവ് ദേവനാരായണനായിരുന്നു. അദ്ദേഹം പറഞ്ഞു 100 പ്രതികൾ എഴുതണം, അവരിത് കയ്യെഴുത്തായിട്ട് വായിക്കണം. അങ്ങനെ വായ്മൊഴിയായും വരമൊഴിയായും ഉണ്ടാകണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ച രാജാവിൽ നിന്നും 10-35 കിലോമീറ്റർ അകലിരിക്കുന്ന തൃക്കുരുട്ടിയിൽ ഈ 2 വ്യാഴം 2 പ്രാവശ്യം സൂര്യനെ ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ജ്യോതിശാസ്ത്ര പ്രകാരം ഈ ഒരു പരിപാടി ഇവിടെ നടന്നു തുടങ്ങിയിട്ട് 24 വർഷം. അതിനിയും തുടരട്ടെ. പക്ഷെ തുടരുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലെ ഇരുട്ട് മാറട്ടെ. ചേർത്ത് പിടിക്കാനുള്ള കരങ്ങൾ ശക്തമാക്കട്ടെ.
സംഘടനയുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, ഒരുമയുണ്ടാകട്ടെ. സംഘച്ഛത്വം സമ്പദത്വം സംഭവ മനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സംജാനാന ഉപാസതേ സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹചിത്തമാകണം. ഇതൊക്കെയാണ് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാവട്ടെ നമ്മുടെ മന്ത്രം, ഒരേപോലെ നമുക്ക് സഞ്ചരിക്കാം, ഒരുമിച്ച് നമുക്ക് ഒരേ മനസ്സോടുകൂടി ലക്ഷ്യത്തിലെത്താം. അങ്ങനെ സംഭവിക്കാനായിട്ട് ഈ വേദി ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആ അമ്മയുടെ, ശബരി അമ്മയുടെ കാലാണ് കഴുകി, പിന്നീട് വെള്ളമെടുക്കും, കാല് കഴുകും, കാല് തുടയ്ക്കും, അതിനുശേഷം പുഷ്പമിടും, അവർക്ക് വസ്ത്രം നൽകും. പിന്നെയാണ് സൽക്കരിക്കാനുള്ള ആ ഫലമൂലാദികൾ. അമ്മയ്ക്ക് മാത്രം ആവാതിരിക്കട്ടെ കൂടി മാറി പുതിയ യുഗത്തെ സ്വീകരിക്കാനും കൂടി നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും കൂടിയിട്ടായിരിക്കണം നമ്മളിത് കാണേണ്ടത്. ഇത് കേവലം 1 മണിക്കൂറിൻ്റെ ചടങ്ങാക്കി ഒതുക്കാതെ മനസ്സിലേക്ക് ആവാഹിക്കുക. ശ്രീരാമ മമകൃതി രമതാം രാമ രാമ. അധ്യാത്മരാമായണത്തിലെ ആ വന്ദനത്തിൽ 6ാമത്തെ വരി ശ്രീരാമൻ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അത് ഹൃദയത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കും. സോഷ്യലിസം പറഞ്ഞുകൊണ്ട് വരില്ല, പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ വരുള്ളൂ. അന്ത്യജനും അഗ്രജനും ഇവിടെ ഉണ്ടാവാതിരിക്കും. വലിയ വഴിപാട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പിടി ചോറ്